ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാനു. അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. കോഫി കുടിക്കുക, ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കുക, അതിനുശേഷമാണ് എല്ലാ പണികളും ആരംഭിക്കുക. ഇന്നൊരു വ്യാഴാഴ്ചയാണ്. ഇന്ന് പ്രത്യേകിച്ച് അടുക്കള പണികളൊക്കെ കുറവായിരിക്കും എനിക്ക്, പക്ഷെ ക്ലീനിങ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിരിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്തായി പോകുമല്ലേ. ഞാൻ ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ക്ലീനാക്കി വിരിച്ച് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അടുക്കളയിലെ പണികൾ ഏകദേശം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിലാട്ടോ ഇന്ന്, കാണിച്ചു തരാം. ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ്. ഇന്ന് ഓഗസ്റ്റ് 14 ഞാൻ ഡേറ്റ് പറയാം. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, വെയിൽ കാരണം. കുപ്പികൾ ഇത് ഞാൻ എന്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ ഇത് അലക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിക്കാനാട്ടോ. പിന്നെ നമ്മുടെ ജനലും വാതിലും അതെല്ലാം ഞാൻ തുടച്ച് നീറ്റാക്കി. ഇതെല്ലാം ഞാൻ തുടച്ച്, ഇതിനൊക്കെ മുമ്പ് ഞാൻ ഇതിനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാരണം കേട്ടോ ഞാൻ വീഡിയോ പ്രത്യേകിച്ച് കാണിച്ചു തരാം. സ്റ്റൂളിൻ്റെ മുകളിൽ ചൂല് വെച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ ഈ ജനലും ഒന്ന് തുറന്നിട്ട് ഇവിടെ ഒരു ചെടി ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഏകദേശം പാത്രങ്ങളും എല്ലാം കഴുകി ക്ലീനിങ് ആക്കി വെച്ചു. ഞാൻ അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട്. കറി ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിനകത്താണ്. പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് മീൻകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ, അതുകൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമോ എന്ന് നോക്കണം. പിന്നെ ഒരു തോരൻ ഉണ്ടാക്കണം, മീൻ വറുക്കാനിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. ഇനി ഞാൻ പുറത്ത് പോയി ഒന്ന് വെള്ളം പിടിച്ച് ഫ്രണ്ട് വശം അടിച്ചു വാരി തുടച്ചിട്ട് ഞാനിപ്പോൾ വരാം. വേസ്റ്റും കളഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റൗട്ടൊക്കെ അടിച്ചു വാരി തുടച്ചു. സിറ്റൗട്ടിലെ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഇനി എൻ്റെ അകത്തെ പണികളാണ്. അടിക്കണം, വാരണം, തുടയ്ക്കണം, ബാത്റൂമൊക്കെ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അരിക്ക് വെള്ളം വെച്ചു, കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു, ജഗ്ഗിലും വെള്ളം എടുത്ത് വെച്ചു, ടേബിളൊക്കെ തുടച്ചു. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ പണി കഴിഞ്ഞാൽ പിന്നെ ഡോറ് ക്ലോസ് ചെയ്ത് പിന്നെ അകത്തെ പണികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കറണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് കുളിച്ചത്. അപ്പോൾ ഞാനിവിടെ ഒരു മെഴുകുതിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന ശേഷം നമ്മളൊരു ക്യാബേജ് തോരനുണ്ടാക്കി, ചോറും വാർത്തു. കറണ്ടില്ലാത്ത കാരണം ഞാനിനി മെഷീനിലിട്ട് തുണി ഉണക്കണ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.